നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പോസിറ്റീവായ വിദേശിയിൽ നിന്ന് 36 പേർക്ക് രോഗം പകർന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈനിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇയാളുടെ സഹപ്രവർത്തകരാണ് കോവിഡ് ബാധിതരായതെന്നാണ് ലഭ്യമാകുന്ന വിവരം. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ആയതിനാൽ തന്നെ പൊതുയിടങ്ങളിലും അതോടൊപ്പം തന്നെ താമസ സ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. 40-കാരനായ ഇയാൾ ഏത് നാട്ടുകാരനെന്ന് ഇതുവരെ വ്യക്തമായിട്ടുമില്ല. അതേസമയം ബഹ്റൈനിൽ COVID-19 രോഗബാധ മൂലം 66 വയസ്സുള്ള സ്വദേശിയും 61 വയസ്സുള്ള പ്രവാസിയും മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലായിരുന്ന ഇവരുടെ നില ഗുരുതരമായി തുടരുകയായിരുന്നു. ഇതോടെ COVID-19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം രാജ്യത്ത് 136 ഉയർന്നു. നിലവിൽ 3448 പേർ ചികിത്സയിൽ കഴിയുകയാണ്. 43 പേരൊഴികെ ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. ഇതുവരെയായി 34,412 പേർ രോഗമുക്തരായി വിട്ടയക്കപ്പെട്ടിട്ടുള്ളത് ഏറെ ആശ്വാസം പകരുന്ന ഒന്നുകൂടിയാണ്. അതോടൊപ്പം തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ കൊറോണയിൽ നിന്നും മുക്തി നേടുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. കോവിഡ് ഏറെ ഭീതി വിതച്ച സൗദി അറേബ്യയിൽ പോലും രോഗികളുടെ എണ്ണം ദിനേനെ കുറഞ്ഞു വരികയാണ്. രോഗം ഭേദമാകുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു എന്നത് ആശ്വാസം നൽകുകയാണ്. വെള്ളിയാഴ്ച പുതുതായി 2378 പേരിലാണ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രോഗബാധിതരുടെ എണ്ണം മൊത്തം 2,62,772 ഉയരുകയും ചെയ്തു. 37 പേരുടെ മരണവും വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തതോടെ സൗദിയിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 2,672 ഉയർന്നു. 2,241 പേരാണ് വെള്ളിയാഴ്ച രോഗമുക്തി നേടിയത്. മൊത്തം രോഗമുക്തി നേടിയവർ 2,15,731 ആണ്. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് 44,369 പേരാണ്. ഇവരിൽ 2,143 പേർ അത്യാസന്ന നിലയിലുമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.